ഇനി ദൈവം അനുകൂലമാണെന്ന് പറയുന്ന ചില പദങ്ങൾ ബൈബിളിൻ്റെ അകത്തുണ്ട്. പദങ്ങളെ നമ്മൾ വിവക്ഷിച്ചാൽ ചില പദങ്ങളുണ്ട്. ഒന്ന് റോമൻ 8:31 പറയുന്നു ദൈവം അനുകൂലമാണ്. ഇനിയും സങ്കീർത്തനം 118:6 പറയുന്നു യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. അപ്പൊ ദൈവം അനുകൂലമാണെന്നതിന് മറ്റൊരു പദമാണ്. ഈ അടുത്തത് യെശയ്യാപ്രവചനം 43:2 പറയുന്നു ദൈവം നിന്നോട് കൂടെയിരിക്കും. ദൈവം നിന്നോട് കൂടെയിരിക്കും. സ്തോത്രം. ഇനി നോക്കിക്കേ, ദൈവം നമുക്ക് അനുകൂലമാണ്. ആമേൻ, സ്തോത്രം എന്ന് ആമേൻ നമുക്ക് മനസ്സിലാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വരാം, പ്രതിസന്ധികൾ വരാം, നിരാശകൾ വരാം. ഇനി എത്ര ഉപവസിച്ചാലും, 40 ദിവസം ഉപവസിച്ചാലും, 7 ദിവസം ഉപവസിച്ചാലും നമ്മുടെ മരണം വരെ പ്രതികൂലം വരരുത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പ്രതികൂലങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം. എന്നാൽ അതിനകത്ത് ഒരു ദൈവ പൈതൽ അറിയുന്നത് ദൈവം അനുകൂലമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം വരും. അത് ദൈവത്തിന്റെ കരുതലാണ്. ഹല്ലേലൂയ. ഇനി നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ 3 തരത്തിലുള്ള പ്രതികൂലങ്ങൾ വരാം. ഒന്ന്, മനുഷ്യരിൽ നിന്നുള്ള പ്രതികൂലം നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. 2, പിശാചിൽ നിന്നുള്ള ചില പ്രതികൂലങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരാം. ഇനി അടുത്തത് ആമേൻ, സ്തോത്രം, പിശാച് പ്രതികൂലമായി നമ്മളോട് ഇടപെടാം, മനുഷ്യൻ നമുക്ക് പ്രതികൂലമായി തീരാം. ഇനി മൂന്നാമത്തെ ഒരു പ്രതികൂലം എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് പ്രതികൂലമായി മാറാം. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. ഒന്ന്, മനുഷ്യൻ നിങ്ങൾക്ക് പ്രതികൂലമായി നിങ്ങൾ ഭയപ്പെടേണ്ട, പിശാച് നിങ്ങൾക്ക് പ്രതികൂലമായ നിങ്ങൾ ഭയപ്പെടേണ്ട. പക്ഷെ ദൈവം നിങ്ങൾക്ക് പ്രതികൂലമായാൽ നിങ്ങൾ ഭയപ്പെടണം. ഹല്ലേലൂയ. പിശാച് പ്രതികൂലമായാൽ ഒട്ടും പേടിക്കണ്ട, മനുഷ്യൻ പ്രതികൂലമായാൽ ഒട്ടും ഭയപ്പെടേണ്ട. പക്ഷേ ദൈവം നിങ്ങൾക്ക് പ്രതികൂലമായാൽ നിങ്ങൾ ഭയപ്പെടണം.